തൃശൂർ മുള്ളൂർക്കരയിൽ മധ്യവയസ്കയെ പീഡിപ്പിച്ചതായി പരാതി. 58 വയസ്സുകാരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലായി. നാരായണൻ, ഉമ്മർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ആദ്യ റിപ്പോർട്ട് തൃശൂരിൽ നിന്ന്. രോഗം ബാധിച്ച വീട്ടിൽ തളർന്നു കിടന്ന മധ്യവയസ്കയെ അവശനിലയിൽ കണ്ടെത്തിയത്. അയൽവാസികളായ 2 പേർ വീട്ടിലെത്തിയതായും വസ്ത്രങ്ങൾ നീക്കിയതായും വീട്ടമ്മ ബന്ധുക്കളോട് പറഞ്ഞു. തുടർന്ന് വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിയിലെത്തിച്ച പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം തിരികെ വീട്ടിലെത്തിച്ചെങ്കിലും ശാരീരിക വിഷമതകൾ മൂലം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വൈദ്യപരിശോധനയിലാണ് പീഡനം നടന്നതായി സ്ഥിരീകരിച്ചത്. ക്യാൻസർ രോഗിയും ഹൃദ്രോഗിയുമാണ് ഇരയായ 58-കാരി. ഇവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് ഹാർട്ടിൻ്റെ ഒരു ചെറിയ തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ട്, ഹാർട്ട് ഫെയിലിയറിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. സംഭവം നടക്കുമ്പോൾ 5 വയസ്സുകാരി കൊച്ചുമക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വടക്കാഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസികളായ 2 പേർ കസ്റ്റഡിയിലായി. മുള്ളൂർക്കര സ്വദേശികളായ ഉമ്മർ, നാരായണൻ എന്നിവരാണ് പിടിയിലായത്. ഇവർ മുമ്പും സമാന രീതിയിൽ അതിക്രമത്തിന് ശ്രമിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. ഇതിക്ക് മുന്നേ ഒരു വഴക്കുണ്ടായിരുന്നു അവിടെ മണ്ണോടത്ത്. എൻ്റെ ഭാര്യയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തെന്ന് പറഞ്ഞിട്ട് കുളിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവശനിലയിലായ മധ്യവയസ്കയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കടയ്ക്കലിൽ വൃദ്ധയ്ക്കെതിരെയുള്ള പീഡന ശ്രമത്തിന് അറസ്റ്റിലായ പ്രതി വിജയകുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അതേസമയം കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് ആരോപണം. വൃദ്ധയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പീഡനശ്രമം, പ്രകൃതിവിരുദ്ധ പീഡനം, അതിക്രമിച്ചു കടക്കൽ, ദേഹോദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കോൺഗ്രസ് പ്രവർത്തകനായ ബാബു എന്ന് വിളിക്കുന്ന വിജയകുമാറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രതിയെ പോലീസ് കടയ്ക്കൽ കോടതിയിൽ ഇന്ന് ഹാജരാക്കി. ഇയാളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിക്കെതിരെ മുൻപും പീഡനശ്രമത്തിന് പരാതി ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അമിതമായി മദ്യപിക്കുന്ന ആളാണ് പ്രതിയെന്നും മൊഴി ലഭിച്ചിട്ടുണ്ട്. തിരുവോണ ദിവസം രാത്രി 11 മണിയോടെ വൃദ്ധയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾക്കെതിരെയുള്ള പരാതി. പീഡനശ്രമത്തിന് ഇരയായ വൃദ്ധയുടെ രഹസ്യമൊഴിയും മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തി. മൊഴി മാറ്റാതിരിക്കാനാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. അതേസമയം പ്രതി കോൺഗ്രസുകാരനാണെന്നും പ്രതിയെ രക്ഷപ്പെടുത്താൻ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതായും കടയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ആരോപിച്ചു. ഈ കേസ് തേച്ചുമാച്ച് കളയുവാനുള്ള ശ്രമമാണോ ബിന്ദുകൃഷ്ണ അവിടെ നടത്തുന്നത്? ഞങ്ങൾക്ക് അവിടെ കൂടിയ ജനങ്ങൾക്ക് മൊത്തം സംശയമുണ്ടായി. കാരണം അതിനകത്ത് മറ്റാരും പരിശോധന സമയത്ത് കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ഒരു വളരെ കഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? കാരണം മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അവിടെ ഫോണും ചെയ്തുകൊണ്ട് അകത്ത് കയറി വന്ന്. അപ്പോൾ ഈ കേസിനെ കോൺഗ്രസ്സുകാരനായ പ്രതിയെ രക്ഷിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊരു സംശയം ഞങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മക്കളില്ലാത്ത വൃദ്ധയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. പിന്നീട് ഒറ്റയ്ക്കായിരുന്നു ഇവരുടെ താമസം. 90-കാരിയായ വൃദ്ധ ക്യാൻസർ ബാധിതയുമാണ്. എന്നാൽ വൈദ്യപരിശോധനയിൽ ലൈംഗിക പീഡനം നടന്നതായി കണ്ടെത്താനായില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മദ്യപിച്ച് ബഹളം വെച്ചതിന് മൂന്നാർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതി പാറാവുകാരനെ ആക്രമിച്ചു. പ്രതിയെ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. മദ്യപിച്ചതിന് പിടികൂടി പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയാണ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയുണ്ടായിരുന്ന പാറാവുകാരനെ ആക്രമിച്ചത്. മൂന്നാർ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. പോലീസ് സ്റ്റേഷനിലെ പാറാവുകാരൻ സനീഷിനാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചി മട്ടാഞ്ചേരി സ്വദേശി കളരിക്കൽ വീട്ടിൽ നൌഷാദിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയോടെ മൂന്നാർ പച്ചക്കറി മാർക്കറ്റിന് സമീപത്ത് വെച്ച് വാഹനത്തിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന നൌഷാദിനെയും സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടി സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സനീഷ് പ്രതി നൌഷാദിനെ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. ക്ഷുഭിതനായ നൌഷാദ് സനീഷിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ആക്രമിക്കുകയായിരുന്നു. മറ്റു പോലീസുകാരാണ് സനീഷിനെ രക്ഷപ്പെടുത്തിയത്. തുടർന്ന് നൌഷാദിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാസർഗോഡ് ഉപ്പളയിൽ ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ റോഡിൽ ലാത്തികൊണ്ടടിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസിന്റെ നിർദ്ദേശത്തിൽ അന്വേഷണം ആരംഭിച്ചു. ബൈക്കിനെ പിന്തുടർന്നാണ് AR ക്യാമ്പിലെ പോലീസുകാരൻ യുവാക്കളെ ലാത്തികൊണ്ടടിച്ചത്. ഈ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ യുവാവിനെയും മർദ്ദിച്ചതായി പരാതിയുണ്ട്. ഹെൽമറ്റ് പരിശോധനയ്ക്കിടെ ഉപ്പളയിൽ സ്കൂട്ടർ യാത്രക്കാരനെ പോലീസ് ലാത്തികൊണ്ടടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തായത്. AR ക്യാമ്പിലെ പോലീസുകാരൻ ബൈക്കിനെ പിന്തുടർന്ന് ലാത്തി വീശുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത്. ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചതിന് പോലീസ് ലാത്തി വീശുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 പേരിൽ പിന്നിലിരുന്നയാളെ പോലീസ് ലാത്തികൊണ്ടടിക്കുകയായിരുന്നു. ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ മുഹമ്മദ് ഖാലിദ് എന്ന യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതിഷേധത്തിനിടയാക്കി. ദൃശ്യം പുറത്തുവന്ന വിവരം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് SIയുടെ നിർദ്ദേശപ്രകാരം ഖാലിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
ഇതേ തുടർന്ന് പ്രതിഷേധമുണ്ടായതോടെ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസിന്റെ നിർദ്ദേശത്തിൽ അന്വേഷണം ആരംഭിച്ചു. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വടകരയിൽ റെയിൽവേ ട്രാക്കിൽ ബൈക്ക് വെച്ച് അട്ടിമറി ശ്രമം. രാത്രി 11 മണിയോടെയാണ് സംഭവം. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി കടന്നുപോകുന്ന സമയത്താണ് സംഭവം. ബൈക്ക് തട്ടിത്തെറിപ്പിച്ച് ട്രെയിൻ കടന്നുപോയി. വൻ ദുരന്തമാണ് ഉണ്ടായത്. രാത്രി 11 മണിയോടെയാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും ബൈക്ക് തട്ടിത്തെറിപ്പിച്ച് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് കടന്നുപോയത്. ഈ വിവരം വടകര റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ വടകര ഡിവൈഎസ്പിയെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഈ സമയം സംഭവസ്ഥലത്തിന് 1 കിലോമീറ്റർ അകലെ ഒരു വീട്ടുമുറ്റത്ത് ബൈക്ക് കത്തിയ സംഭവം അന്വേഷിക്കുകയായിരുന്നു പോലീസ്. ചോറോഡ് സ്വദേശി അഷ്റഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കാണ് അജ്ഞാതർ കത്തിച്ചത്. ഇതിനിടെയാണ് അഷ്റഫിന്റെ അയൽവാസി ജാഫറിന്റെ ബൈക്ക് കാണാനില്ലെന്ന വസ്തുത പോലീസ് മനസ്സിലാക്കിയത്. കാണാതായ ബൈക്കിനുള്ള തിരച്ചിലിനിടെയാണ് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ ഫോൺ കോൾ. തുടർന്നുള്ള പരിശോധനയിൽ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടത് ജാഫറിന്റെ കാണാതായ ബൈക്കാണെന്ന് പോലീസ് മനസ്സിലാക്കി. വെള്ളം കേട്ട് ഞാൻ പുറത്ത് നോക്കുമ്പോൾ കാണാം ഒരു വണ്ടി കത്തുകയാണ്. അപ്പോൾ അതിൻ്റെ തീ ഇങ്ങനെ അടച്ചു കൊടുക്കുന്നേരം ഉമ്മ പറഞ്ഞ് എൻ്റെ വണ്ടിയാണെന്ന് ചോദിച്ചാൽ. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ വണ്ടി നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് മൊത്തം ഈ പ്രദേശം മൊത്തം ഒന്ന് പരതി. അപ്പോഴേക്കും പോലീസുകാരോട് എത്തിനെ. അപ്പോൾ എവിടെയും കണ്ടില്ല. അപ്പോൾ പോലീസുകാർ വന്നിട്ട് പോലീസ് സംഭവം പറഞ്ഞു ഇങ്ങനെ വണ്ടി മിസ്സായ കാര്യം. അപ്പോൾ ആ ടൈമിലാണ് പോലീസുകാർ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് പിന്നെ റെയിൽവേ ട്രാക്കിനുള്ളൊരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ അത് ചെന്ന് പറഞ്ഞ് കാണാൻ എൻ്റെ വണ്ടിയെന്ന് മനസ്സിലായത്. കാരണം വണ്ടിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ അത് എൻ്റെ വണ്ടിയാണെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് പോലീസുകാർ എല്ലാവരും എത്തിനെ, ഡിവൈഎസ്പി മുതൽ എല്ലാവരും എത്തിനെ. അവിടെ ഒരു ബൈക്ക് കത്തിച്ച് ശ്രദ്ധ തിരിച്ചു മറ്റൊരു ബൈക്ക് ഉപയോഗിച്ച് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കേസെടുത്ത് വടകര ഡിവൈഎസ്പി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താമരശ്ശേരി ചുങ്കത്തെ അനധികൃത ഐലൻഡിനെതിരെ 1 വർഷമായിട്ടും നടപടിയില്ല. ട്രാഫിക് സിഗ്നൽ പൊളിച്ചുമാറ്റിയാണ് റോഡ് കയ്യേറി സ്വകാര്യ കമ്പനി ഐലൻഡ് നിർമ്മിച്ചത്. നാട്ടുകാരുടെ പരാതിയിൽ പൊളിച്ചുമാറ്റണമെന്ന് PWD എഞ്ചിനീയർ ഉത്തരവിട്ടിട്ടും അസിസ്റ്റന്റ് എഞ്ചിനീയർ നടപടിയെടുത്തില്ല. സംസ്ഥാനപാത ദേശീയപാതയിൽ സംഗമിക്കുന്ന സ്ഥലത്ത് 1.60 ലക്ഷം മുടക്കി സ്ഥാപിച്ച സോളാർ ബ്ലിങ്കറും ദിശാസൂചകവും എടുത്തുമാറ്റിയാണ് ഇവിടെ ട്രാഫിക് ഐലൻഡ് സ്ഥാപിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ മധ്യത്തിലായി ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കാനോ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്യാനോ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു. നേരത്തെയുണ്ടായിരുന്ന സോളാർ ട്രാഫിക് സിഗ്നലും ദിശാസൂചകവും നീക്കം ചെയ്യുവാനോ പകരം പുതിയവ സ്ഥാപിക്കാനോ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് താമരശ്ശേരി ട്രാഫിക് SIയും വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിൽ പറയുന്നു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് ഇവിടെ 2 ട്രാഫിക് സിഗ്നലുകൾ മുൻപ് സ്ഥാപിച്ചത്. ഇതിൽ ഒന്നാണ് സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യം സ്ഥാപിക്കാനായി നീക്കം ചെയ്തത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തുഷാരഗിരിയും മുക്കവും ഒഴിവാക്കി എംസാൻഡ് നിർമ്മാണ യൂണിറ്റിലേക്കുള്ള ദൂരവും എംസാൻഡ് നിർമ്മാണ യൂണിറ്റിന്റെ പരസ്യവുമാണ് ട്രാഫിക് ഐലൻഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയിട്ട് 1 വർഷം കഴിഞ്ഞു. എന്നാൽ പോലീസിന്റെ ആവശ്യപ്രകാരം ട്രാഫിക് ഐലൻഡ് നിലനിർത്തുകയാണെന്നാണ് PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വാദം. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നാണ് താമരശ്ശേരി SIയുടെ വിവരാവകാശ മറുപടി. മാത്രവുമല്ല ഐലൻഡ് ട്രാഫിക് നിയന്ത്രണത്തിന് ഉപയോഗമല്ലെന്നും പോലീസ് വിശദീകരിക്കുന്നു. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തെങ്കിലും അനധികൃത നിർമ്മാണത്തിനെതിരെ ഉദ്യോഗസ്ഥർ യാതൊരുവിധ നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. പൊതുസ്ഥലം കയ്യേറിയുള്ള നിർമ്മാണത്തിൽ അവിഹിത ഇടപാട് നടന്നതായും സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളതായും സൂചിപ്പിച്ച് ചുങ്കം സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ അബ്ദുൾ മജീദ് വിജിലൻസിന് പരാതി നൽകി. പരാതിയിന്മേലുള്ള വിജിലൻസ് അന്വേഷണം നടന്നുവരികയാണ്. നിലവിലെ ഐലൻഡിൽ നിന്ന് ഗതാഗതം നിയന്ത്രിക്കാനാവില്ലെന്നിരിക്കെ പൊതുസ്ഥലം കയ്യേറി ട്രാഫിക് ഐലൻഡ് സ്ഥാപിച്ചത് ആർക്കുവേണ്ടിയാണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ഹരിയാനയിൽ ഗോരക്ഷാ പ്രവർത്തകർ ക്രൂരമായി പീഡിപ്പിച്ച മുസ്ലിം പെൺകുട്ടികളിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി. ആന്തരികാവയവങ്ങൾ ഭാഗികമായി തകർന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് ഗോരക്ഷാ സംഘത്തിന്റെ വധഭീഷണിയുമുണ്ടായി. ബീഫ് കഴിച്ചതിന്റെ ശിക്ഷയെന്ന് പറഞ്ഞാണ് തന്നെയും സഹോദരിയെയും സംഘം മാനഭംഗപ്പെടുത്തിയതെന്ന് പെൺകുട്ടികളിൽ ഒരാൾ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. രാജ്യത്തെ നാണം കെടുത്തുന്ന സംഭവം അരങ്ങേറിയിട്ടും തെളിവ് ശേഖരണത്തിന് പോലും പോലീസ് തയ്യാറായിട്ടില്ല. രാജ്യം ഇന്ന് എവിടെയാണെന്ന് തെളിയിക്കുകയാണ് ഹരിയാനയിലെ മെവാത്ത് ഗ്രാമം. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ഹരിയാനയിൽ ഗോരക്ഷാ പ്രവർത്തകർ ശിക്ഷ നടപ്പാക്കിയത് കുടുംബത്തിലെ 2 പെൺകുട്ടികളെയും ക്രൂര ബലാത്സംഗം ചെയ്താണ്. ആഗസ്റ്റ് 25-ന് അർദ്ധരാത്രി വീട്ടിലെത്തിയ 10 അംഗ ഗോരക്ഷാ പ്രവർത്തകരാണ് ഈ നരഹത്യ നടത്തിയത്. तो यहाँ पर रात को 12 बजे के बाद में कुछ दरिंदे आते हैं. उन लोगों ने जो है 2 आदमियों को तो यहाँ पर ही मर्डर कर दिया उनका. ഹരിയാനയിലെ 61% വരുന്ന മുസ്ലിം ജനതയും താമസിക്കുന്ന ഇടം കൂടിയാണ് മെവാത്ത്. ബിരിയാണിയുടെ പാചക രുചിയാണ് ഹരിയാനയിലെ മെവാത്ത് ഗ്രാമം മുഴുവൻ.
അത്തരത്തിലൊരു വീടായിരുന്നു ഇത്. ഈ വീട്ടിലെ 14ഉം 20ഉം വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളെയാണ് ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ഗോരക്ഷാ പ്രവർത്തകർ ക്രൂരമായി പീഡിപ്പിച്ചത്. ഇപ്പോൾ ഈ വീട് അടച്ചിട്ടിരിക്കുന്നു. മാനസികമായി തകർന്ന 2 പെൺകുട്ടികളും ചികിത്സയിലാണ്. എതിർത്ത 2 ബന്ധുക്കളെയും ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഇതിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആന്തരികാവയവങ്ങൾ ഭാഗികമായി തകർന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് ഗോരക്ഷാ സംഘത്തിന്റെ വധഭീഷണിയുമുണ്ടായി. ഇതിനെ തുടർന്ന് ഗ്രാമം വിട്ട് മറ്റൊരിടത്ത് രക്ഷ തേടിയിരിക്കുകയാണ് കുടുംബം. ബീഫ് കഴിച്ചതിന്റെ ശിക്ഷയെന്ന് പറഞ്ഞായിരുന്നു ആക്രമണമെന്ന് പെൺകുട്ടികളിൽ ഒരാൾ വ്യക്തമാക്കി. ചെവിക്ക് താഴെ മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ പിതാവ് പാതി തളർന്ന് കിടപ്പിലായി. എന്നാൽ ഇതുവരെ തെളിവ് ശേഖരണം നടത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. പ്രതികരണം ആരാഞ്ഞപ്പോൾ മറുപടി നൽകാൻ ഇതത്ര വലിയ വിഷയമല്ലെന്നായിരുന്നു മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ പ്രതികരണം. ലോക ജനതയ്ക്ക് മുന്നിൽ രാജ്യത്തെ ലജ്ജിപ്പിക്കുന്ന ഈ സംഭവം മറ്റ് സ്ഥലങ്ങളിലേക്കെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് തടയേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ഹരിയാനയിലെ മെവാത്തിൽ നിന്നും മനുശങ്കർ. മുംബൈ നാവികസേന ആസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. ആയുധധാരികളെ കണ്ടെന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ അറിയിച്ചതനുസരിച്ചാണ് സുരക്ഷ ശക്തമാക്കിയത്. കറുത്ത വേഷത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ 4 പേരെ കണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മറൈൻ കണ്ടോൺസിനെ നാവിക ആസ്ഥാനത്ത് വിന്യസിച്ചു. രാവിലെ 11 മണിയോടെ തെക്കൻ മുംബൈയിലെ ഉറാൻ നാവികസേന ആസ്ഥാനത്തിന് സമീപം ആയുധധാരികളായ 4 പേരെ കണ്ടെന്നാണ് 2 സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകരെ അറിയിച്ചത്. കറുത്ത ജുബ്ബ ധരിച്ച് മുഖം മറച്ച ആയുധധാരികളായ 4 പേർ മനസ്സിലാകാത്ത ഭാഷയിലാണ് സംസാരിച്ചതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ONGC, സ്കൂൾ എന്നീ 2 വാക്കുകളിലാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലായതെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. പിന്നീട് വിദ്യാർത്ഥികൾ അധ്യാപകർ മുഖാന്തരം നാവിക ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ഇതോടെ നാവികസേന, തീവ്രവാദ വിരുദ്ധ സേന, മുംബൈ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സസൂക്ഷ്മം പരിശോധന നടന്നു. എന്നാൽ ഇതുവരെ ആരെയും കണ്ടെത്താനായില്ല. തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കുട്ടികൾ പറഞ്ഞതനുസരിച്ചെങ്കിൽ INS അഭിമന്യു ബേസിന് സമീപമാണ് ആയുധധാരികളെ കണ്ടെത്തിയത്. ബാബ ആണവ നിരീക്ഷണ കേന്ദ്രം, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് സ്റ്റേഷൻ എന്നിവയും ഇതിന് സമീപത്താണ്. അതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് മുംബൈയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉറാൻ നാവിക ആസ്ഥാനത്തും ONGC, ബാബ ആറ്റോമിക് റിസർച്ച് കേന്ദ്രം എന്നിവിടങ്ങളിലും കമാൻഡോസിനെ വിന്യസിച്ചു. ഉറി സൈനിക കേന്ദ്രത്തിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ നാവികസേന ആസ്ഥാനത്തും ഭീഷണി ഉയർന്നതോടെ രാജ്യമെമ്പാടുമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉറി ആക്രമണത്തെക്കുറിച്ച് 3 ദിവസം മുമ്പേ സൈന്യത്തിന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായി സൂചന. രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. 8 ലക്ഷം ഭീകരർ നിയന്ത്രണ രേഖ നുഴഞ്ഞുകയറിയതായും മുന്നറിയിപ്പിൽ രഹസ്യാന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്ത് ഞെട്ടിച്ച ഉരി പട്ടാള ക്യാമ്പ് ആക്രമണത്തെക്കുറിച്ച് സൈന്യത്തിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഓഗസ്റ്റ് 28-ാം തീയതിയോടെ 8 ലഷ്കർ ഭീകരർ പട്ടാള ക്യാമ്പ് ആക്രമണം ലക്ഷ്യമിട്ട് നിയന്ത്രണ രേഖ നുഴഞ്ഞുകയറി. ഇക്കാര്യം സെപ്റ്റംബർ 15-ാം തീയതി രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട മുന്നറിയിപ്പ് അലർട്ടിൽ എടുത്തു പറയുന്നു. സൈന്യത്തിനടക്കം മുന്നറിയിപ്പ് നൽകി. ഉറി പട്ടാള ക്യാമ്പാണ് ഭീകരരുടെ ലക്ഷ്യമെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. പക്ഷേ മുന്നറിയിപ്പ് കാര്യമാക്കി വേണ്ടത്ര മുൻകരുതലുകൾ കൈക്കൊള്ളുന്നതിൽ സൈന്യത്തിന് വീഴ്ച പറ്റിയെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ വ്യക്തമാക്കിയിരുന്നു. വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ഇനി ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാശ്മീരിൽ കൊല്ലപ്പെട്ട തീവ്രവാദി നേതാവ് ബുർഹാൻ വാനിയെ അനുകൂലിച്ച് UN പൊതുസഭയിൽ സംസാരിച്ച പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് മറുപടിയുമായി ഇന്ത്യ. പാകിസ്ഥാന്റെ ഭീകരവാദത്തോടുള്ള ആഭിമുഖ്യമാണ് ഷെരീഫിന്റെ പ്രസ്താവനയിലൂടെ വെളിപ്പെടുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് ഇരയാണ് ഇന്ത്യയെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ വേദി ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വേദി വിട്ടതിന് പിന്നാലെയാണ് ശക്തമായ ഭാഷയിൽ ഇന്ത്യ തിരിച്ചടിച്ചത്. ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ ബുർഹാൻ വാനിയെ പാകിസ്ഥാൻ പുകഴ്ത്തുന്നതിലൂടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് വ്യക്തം. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക എന്നതാണ് പാകിസ്ഥാൻ കാലങ്ങളായി തുടരുന്ന നയം. ഇതിന്റെ പരിണിതഫലം അനുഭവിക്കുന്നത് ഇന്ത്യയാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഭീകരാക്രമണങ്ങൾ. ഇത് നയമായി രാജ്യം സ്വീകരിക്കുന്നത് യുദ്ധക്കുറ്റമായി കാണണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയിലെ ഫസ്റ്റ് സെക്രട്ടറി ഇനാം ഗംഭീർ അറിയിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന ധനസഹായങ്ങൾ ഭീകരർക്കായി വകമാറ്റി ചെലവഴിക്കുകയാണ് പാകിസ്ഥാൻ. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ അന്വേഷണം ചെന്നെത്തിയത് പാകിസ്ഥാനിലാണെന്ന് ഓർക്കണമെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. തിങ്കളാഴ്ച വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും സംസാരിക്കുന്നുണ്ട്. ഉറി ആക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളോടെ സുഷമ സംസാരിക്കുമെന്നാണ് സൂചന.
കാശ്മീർ വിഷയം പരിഹരിക്കാതെ ഇന്ത്യയുമായി സമാധാനത്തിനില്ലെന്നായിരുന്നു ഷെരീഫ് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചത്. ബുർഹാൻ വാനിയെ പുകഴ്ത്തിയ ഷെരീഫ് ഉറി ആക്രമണത്തെ ഒഴിവാക്കി കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും സംസാരിച്ചത്. കാശ്മീർ വിഷയത്തിൽ UN ഇടപെടണമെന്നും ഷെരീഫ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യം ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ബാൻ കി മൂൺ തള്ളിക്കളഞ്ഞു. വിഷയം ഇരു രാഷ്ട്രങ്ങളുടെയും ആഭ്യന്തര കാര്യമാണെന്ന് ബാൻ കി മൂൺ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓണത്തിനും വയറു നിറയെ ഭക്ഷണം കഴിക്കാനാവാതെ സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികൾ. തുച്ഛമായ വേതനത്തിൽ പണിയെടുക്കുന്ന സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികൾ അധികവും APL റേഷൻ കാർഡ് ഉടമകൾ. തോട്ടം തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നിലനിൽക്കുമ്പോഴാണ് തൊഴിലാളികൾക്ക് ഈ ദുരവസ്ഥ. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും ഇക്കൂട്ടർ അനുഭവിക്കുന്ന ദുരിതം തീരുന്നില്ല. മലയോര മേഖലയിലെ തോട്ടം തൊഴിലാളികളിൽ അധികവും APL റേഷൻ കാർഡ് പേറുന്ന അർദ്ധപട്ടണിക്കാരാണ്. സംസ്ഥാനത്തെ മുഴുവൻ തോട്ടം തൊഴിലാളി കുടുംബങ്ങളുടെയും സ്ഥിതി വിഭിന്നമല്ല. ഇടുക്കി മൂങ്കലാർ തോട്ടത്തിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ ആകെയുള്ള 347 കാർഡുകളിൽ കേവലം 100 പേർ മാത്രമാണ് BPL പരിധിയിലുള്ളത്. ഒരേ ശമ്പളം പറ്റുന്നവരിൽ ബാക്കി 247 പേരും APL പരിധിയിലുള്ളവരാണ്. ഓണத்துக்கு ஒரு கிலோ பஞ்சாரையும் 2 கிலோ குத்தரிசியும் ஒரு 50 வத்தல 100 தேவைப்படி கொடுப்பாங்க. அது கூட அந்த வட்டம் மாவே இல்லை, எங்களுக்கு கொடுக்க மாட்டோம்ட்டாங்க. APL கார்டுன்னு எங்களுக்கு கார்டில் வருமானம் கொடுத்தலாம். அந்த எஸ்டேட்ல ஒரு ஆள் வேலையில வருமானம் கொடுத்தல்னு அதை கொடுக்க மாட்டோம்ட்டாங்க. ജില്ലയിലെ തോട്ടം തൊഴിലാളികളിൽ ഭൂരിഭാഗവും തമിഴ് വംശജരാണ്. കുത്തരി ഉപയോഗിക്കാത്ത ഇക്കൂട്ടർക്ക് മാസത്തിൽ റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നത് ഉപയോഗിക്കാൻ പോലുമാകാത്ത കുത്തരി. APL ഉള്ള ആൾക്കാർക്ക് മാസത്തിൽ 5 കിലോ അരിയേ ഉള്ളൂ. അത് പട്ടികയുടെ തിന്നാത്ത ഒരു കുത്തരി. അത് ഇടുക്കി ജില്ലയിൽ തമിഴ്ക്കാരി ഇപ്പൊ കുത്തരി ഒന്നും കഴിക്കത്തില്ല. ആ അരിയാണ് ഇവിടെ കൊടുക്കുന്നത്. അത് ഞങ്ങൾ മേടിക്കാറില്ല. ആ റേഷൻ കടക്കാർ തിരിച്ച് BPLക്കാർക്ക് ആ അരി തന്നെ കൊടുക്കുക. നല്ല അരി വരുമ്പോൾ അത് നല്ല അരി ആൾക്കാർക്ക് റെഡി കാശ് കൊടുത്ത് അത് റേഷൻ കട കൊടുക്കുന്നുണ്ട്. തോട്ടം തൊഴിലാളികളുടെ റേഷൻ കാർഡ് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. തുച്ഛമായ ശമ്പളത്തിൽ ജോലി നോക്കുന്ന ഇക്കൂട്ടർ അന്നത്തിനായി ആശ്രയിക്കുന്നത് മാസത്തിൽ ലഭിക്കുന്ന ഈ റേഷനാണെന്നത് അധികാരികളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോഴിക്കോട് നോട്ടുകൾ വിതറി കാറിൽ നിന്നും പണം കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. മോഷ്ടാക്കളുടെ നിന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നിർത്തിയിട്ട കാറിന് സമീപത്ത് 10 നോട്ടുകൾ വിതറിയാണ് കാറിനകത്തുണ്ടായിരുന്ന 4 ലക്ഷം രൂപ കവർന്നത്. പരമ്പത്ത് പാലായെങ്കിൽ റിയാസിന്റെ പണമാണ് നഷ്ടമായത്. കാറിൽ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന്റെ സൈഡിലായി റോഡിൽ 7 10 രൂപ നോട്ടുകൾ വിതറുകയും തുടർന്ന് പൈസ മോഷ്ടാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വണ്ടിയിൽ നിന്നിറങ്ങി ഇയാൾ പൈസയെടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന RP മാളിലെ ജീവനക്കാരന് നൽകുന്നതിനിടെയായിരുന്നു കാറിലുണ്ടായിരുന്ന ബാഗ് മോഷ്ടാക്കൾ തട്ടിയെടുത്തത്. ചേവായൂരിൽ പുതിയ കട തുടങ്ങുന്നതിനായി കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന് പണം എടുത്തു വരുമ്പോഴായിരുന്നു സംഭവം. മർക്കസ് കോംപ്ലക്സിലെ ബേക്കറിയിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കാവ് സിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KM മാണിക്കെതിരായ ബാർ കോഴക്കേസിൽ കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്ന ഹർജിക്കാരന്റെ വാദം തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിശോധിക്കും. ഇതിനായി കേസ് ഡയറിയുടെ 8-9 ഭാഗങ്ങളുടെ പകർപ്പ് സമർപ്പിക്കാൻ കോടതി വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി, അന്വേഷണ ഉദ്യോഗസ്ഥൻ SP.R. സുകേശൻ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ കോടതി നാളെ വിധി പറയും. സത്യപരിക്കാൻ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുകേശൻ എന്നിവർ കൂട്ടുനിന്നുവെന്നും ഇവർക്കെതിരെ കേസെടുക്കണമെന്നും ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ പായിച്ചർ നവാസ് നൽകിയ ഹർജിയിലാണ് കേസ് ഡയറി കോടതി പരിശോധിക്കുന്നത്. കേസ് ഡയറി ഹാജരാക്കിയപ്പോഴാണ് 8-9 ഭാഗങ്ങളിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്ന വാദം ഹർജിക്കാരൻ ഉന്നയിച്ചത്. ഇതേ തുടർന്ന് 8-9 ഭാഗങ്ങളുടെ പകർപ്പ് നൽകാൻ കോടതി വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. UDF സർക്കാരിന്റെ കാലത്ത് ബാർ കോഴ കേസിൽ KM മാണിക്കെതിരെ തെളിവില്ലെന്ന കണ്ടെത്തലായിരുന്നു വിജിലൻസ് നടത്തിയിരുന്നത്. LDF സർക്കാർ വന്ന ശേഷം കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുകേശൻ ഹർജി സമർപ്പിച്ചു. ഹർജിയിന്മേൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും ചെയ്തു. തുടർന്നാണ് ശങ്കർ റെഡ്ഡിയും സുകേശനും കേസ് അട്ടിമറിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസ് കേസുകളിൽ പ്രതികളാകുന്നവരെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുമുള്ള അധികാരം നൽകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടറുടെ കത്ത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഓഫീസുകളോട് ചേർന്ന് ലോക്കപ്പുകൾ വേണമെന്നും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് സർക്കാരിന് കൈമാറിയ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അഴിമതി കുറയ്ക്കാൻ വിജിലൻസ് കടുത്ത നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും കത്തിൽ പറയുന്നു. വിജിലൻസ് ഓഫീസുകളോട് ചേർന്ന് ലോക്കപ്പുകൾ വേണമെന്ന പ്രധാന ആവശ്യമുന്നയിച്ചാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് സർക്കാരിന് കത്ത് സമർപ്പിച്ചത്. വിജിലൻസ് കേസുകളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനുമുള്ള അധികാരവും സൗകര്യവും വിജിലൻസ് ഓഫീസുകളിൽ ഒരുക്കേണ്ടതുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് ലോക്കപ്പുകൾ.
നിലവിലെ സംവിധാനത്തിൽ വിജിലൻസിന് യാതൊരു സൗകര്യവുമില്ലെന്നും വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കൈമാറിയ കത്തിൽ പറയുന്നു. ലോക്കപ്പുകളുടെ രൂപരേഖ തയ്യാറാക്കി നൽകാൻ PWDയെ വിജിലൻസ് ഡയറക്ടർ നിയോഗിച്ചിരുന്നു. ഇതിന്റെ വിശദാംശവും വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. വിജിലൻസിൽ നടപ്പാക്കേണ്ട മറ്റു കാര്യങ്ങളുടെ പദ്ധതികളുടെ രൂപരേഖയും സർക്കാരിന് നൽകിയിട്ടുണ്ട്. അഴിമതി കുറയ്ക്കാൻ കടുത്ത നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ വിജിലൻസ് കേസന്വേഷണത്തിൽ പ്രതികളാകുന്നവർ തുടർ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ കേസിലെ തുടർ നടപടികളിൽ പലതിലും കാലതാമസവും വരുന്നു. ഇതിന് കാലോചിതമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിലെ വിജിലൻസിന്റെ നിർദ്ദേശങ്ങളും ജേക്കബ് തോമസ് കത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. വിജിലൻസ് കേസിലെ പരിശോധനാ വസ്തുതകൾ സൂക്ഷിക്കാനുള്ള സംവിധാനവും വിജിലൻസ് ഓഫീസുകളിൽ ഒരുക്കേണ്ടതുണ്ടെന്നും വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇടമില്ലാത്ത നഗരമായി കോട്ടയം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് നഗരത്തിലെത്തുന്നത്. ഇവരിൽ പലരും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ നെട്ടോട്ടമോടുമ്പോൾ കോട്ടയം നഗരസഭാ അധികൃതർക്ക് മൗനം. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം നഗരത്തിലെ പ്രധാന ഇടങ്ങളിലുണ്ടായിരുന്ന ടോയ്ലറ്റുകൾ പൂട്ടപ്പെട്ടതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇടമില്ലാതെ ജനങ്ങൾ വലയുകയാണ്. ഇതിലേറെയും സ്ത്രീകളാണ്. നഗരത്തിലെത്തുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗവും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഹോട്ടലുകളെയും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളെയും മറ്റ് കടകളെയും എല്ലാം ആശ്രയിക്കുകയാണ് പതിവ്. കോട്ടയം തിരുനക്കരയിലെ കംഫർട്ട് സ്റ്റേഷൻ വെള്ളമില്ലാതെ പല ദിവസങ്ങളിലും അടച്ചിടുന്ന അവസ്ഥയാണുള്ളതെന്ന് കൗൺസിലർ അഡ്വക്കേറ്റ് ഷീജാനിൽ പറഞ്ഞു. 5 വർഷം മുമ്പ് 5 ലക്ഷം രൂപ മുടക്കി ഒരു ഈ ടോയ്ലറ്റ് തിരുനക്കര മൈതാനത്തോട് ചേർന്ന് നിർമ്മിച്ചത് യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും അതിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ട് പോലും തുടങ്ങുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഗുരുതരമായ ഒരു നിത്യവിലോപമായിട്ട് തന്നെ കാണുന്നു. പ്രശ്നത്തിന് പരിഹാരമായി കോട്ടയം നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നഗരത്തിന്റെ വിവിധ കോണുകളിൽ ഈ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിരുന്നു. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടന്നതല്ലാതെ ഇതുവരെ ഈ ടോയ്ലറ്റ് പ്രവർത്തിച്ചില്ല. ഒരു തവണ ഇതിൽ കുടുങ്ങിപ്പോയ വ്യക്തിയെ പുറത്തെത്തിച്ചത് ഏറെ പണിപ്പെട്ടാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാലും അധികാരികൾ പിന്നീട് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാത്തതാണ് പദ്ധതികൾ പാളിപ്പോകാൻ കാരണം. ന്യൂസ് ബ്യൂറോ, കോട്ടയം.